ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ ഓണത്തിൻ്റെതായ ആകട്ടെ, ഒരു മധുരം തന്നെ ആകട്ടെ തുടക്കം, പായസം. അതായത് അടപ്രഥമൻ പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഒരു കാര്യം പറയട്ടെ ആദ്യം തന്നെ, മിനീസ് വേൾഡ് UK എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണല്ലോ എന്റെ പ്രചോദനം. നമുക്കപ്പം റെസിപ്പിയിലേക്ക് പോയേക്കാം. ഞാൻ 1 കിലോ അടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അരിയടയാണ്. അപ്പം നല്ല വെള്ള അരിയടയാണ്. അതുപോലെ തന്നെ ഇത് ശർക്കരയുടെ പൊടിയാണ്. ഇതാകുമ്പം ഈസിയാണല്ലോ ഉരുക്കി എടുക്കാൻ. ഇത് 400 ഗ്രാം ഉണ്ട്, 500 ഗ്രാം അരിയടയും. അപ്പൊ ഇതൊന്ന് നമുക്ക് വെന്തെടുക്കാം. അതുപോലെ തന്നെ ഈ ശർക്കര ഉരുക്കിയെടുക്കാം. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് പറ്റിച്ചെടുക്കാൻ വളരെ താമസമാണ്. അപ്പോൾ ഒരു കപ്പ് വെള്ളം. അരിയട നല്ലവണ്ണം കഴുകി എടുത്തിട്ട് നെകക്ക വെള്ളം ഒഴിച്ചു. അത് അടയുടെ മുകളിലായിട്ട് വേണം വെള്ളം. അതുപോലെ തന്നെ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലവണ്ണം അടയൊന്ന് വെന്ത് വരും. അട വേകാൻ അടുപ്പയിലുണ്ട്. അത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളില് നമുക്ക് ഈ ജീരകവും ഏലക്കായും ചുക്കും ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് 10 ഏലക്കായ ഉണ്ട്, 1 സ്പൂണ് ജീരകവും ഈ ചെറിയ 2 കഷ്ണം ചുക്കും. അപ്പൊ ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇളക്കി കൊടുക്കണം അട, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അപ്പം ഇത് 3/4 വേവായിട്ടുണ്ട്. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പം ഇത് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ ഞെക്ക് കൊള്ളുന്നുണ്ട്. പക്ഷെങ്കിൽ അത് നല്ലവണ്ണം വേകണം, അല്ലെങ്കിൽ അട വീണ്ടും നമ്മൾ ശർക്കരപ്പാനിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ടിയാവും. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നല്ലവണ്ണം നമ്മളൊന്ന് തൊടുമ്പം തന്നെ അത് അങ്ങ് അരിഞ്ഞു പോകണം. അത്രയ്ക്കും വെന്താകുമ്പോഴേ നമ്മൾ ഇത് ഊറ്റിയെടുക്കാവും. അപ്പം കുറച്ചുകൂടി ഇപ്പം മീഡിയം ഫ്ലെയിമിൽ തീയാക്കി നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് വെന്തെടുക്കാം. അപ്പം അട ഏകദേശം വെന്തു. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ടീസ്പൂണാണ്, 1 ടീസ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ അടയിലെല്ലാം ഒരു ഉപ്പ് പിടിച്ചോളും. അപ്പം പായസം ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം അട ഞാൻ ഞെക്കി നോക്കി, നല്ലവണ്ണം ഞെക്ക് കൊള്ളുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ ഇത് കഴുകിയെടുക്കണം. എന്നാലേ ഇതിന്റെ പശപ്പ് മാറത്തുള്ളൂ. നല്ലവണ്ണം വെന്ത അട നമുക്ക് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഊറ്റിയെടുക്കാം, വെള്ളം മാറ്റി. എന്നിട്ട് ഇത് തണുത്ത വെള്ളത്തിൽ ഇത് വീണ്ടും നമ്മൾ കഴുകിയെടുക്കാം. റണ്ണിങ് വാട്ടറിൽ നമുക്കിങ്ങനെ പൈപ്പിന്റെ അടിയിലോട്ട് പിടിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ വഴുവഴുപ്പെല്ലാം മാറി ഇത് നല്ലവണ്ണം ഈ അടയൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാം തണുത്ത വെള്ളത്തിൽ. അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കാം. ഞാനിത് വേറൊരു പാത്രം എടുത്തന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര, അപ്പോൾ ഈ പാത്രം ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കുറേച്ച് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാമേ. ഇതിനകത്ത് ഒത്തിരി അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ അരിച്ചൊഴിക്കാത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതൊന്ന് ചെറിയ തിള വന്നു കഴിയുമ്പോൾ ഇനിയും ഫുൾ ഫ്ലെയിമിലേക്ക് തീ ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് അടയെടുത്ത് ചേർത്ത് കൊടുക്കാം. നല്ല തിള വന്നു. അപ്പം നമുക്ക് ഈ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരുന്ന അടയാണ്, തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഇളക്കി ഇതൊന്ന് പറ്റി വരണം. അപ്പം ഫുൾ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനിയിലെ ഈ അടയെല്ലാം നല്ലവണ്ണം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാം പാല് ഞാൻ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറിനകത്ത് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാല് അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലവണ്ണം നല്ലൊരു തിള വരണം. ഒരു നല്ല തിള വന്നു കഴിയുമ്പോൾ
നമുക്ക് വീണ്ടും ഒരു സ്പൂണോടെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പം തീയെ മീഡിയം ഫ്ലെയിമിലാണ്. രണ്ടാം പാലിൽ കിടന്ന് ഇത് നല്ലവണ്ണം ഒന്ന് കുറുകി വന്ന് വീണ്ടും അപ്പം അത് ചെറിയ മീഡിയം തീയിലിട്ടാണ് അപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇതൊന്ന് വരട്ടിയെടുത്തത്. വീണ്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. ഇത് ജീരകവും ചുക്കും ഏലക്കായുമാണ്. അപ്പം ഇത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് മധുരമൊക്കെ ചില ശർക്കരകൾക്ക് മധുരം കുറവായിരിക്കും. അപ്പം നമ്മൾക്ക് കുറച്ച് ഷുഗറും കൂടെ വേണമെങ്കിൽ ഒന്ന് ടോപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മധുരം പാകപ്പെടുത്തണം. ഇനി നമുക്ക് ഒന്നാം പാല് 1 കപ്പാണ്. 1 കപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വെക്കണ്ട, ഒരു ചെറിയ തിള വന്നാൽ മതി. ഒന്നാം പാൽ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് ഇരിക്കുന്ന നെയ്യോടുകൂടെ ഒന്നിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കഴിഞ്ഞ് എല്ലാം ഇനി നമ്മളെ കാഷ്യൂനട്ടും നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ ചുക്കും ജീരകവും ഏലക്കായും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അപ്പം നല്ല മണമാണ് ഈ കിച്ചൺ ഫുള്ള്. ഇനി ഇതൊന്നൊരു നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കാം തീയെ. എന്നിട്ടൊരു ചെറിയ തിള വന്നാൽ മതി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കണം. അപ്പം ചെറിയ തിള വന്നു, നിങ്ങൾക്ക് കാണാം. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇപ്പം തീ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഈ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. മധുരം ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇപ്പം തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് അടച്ചു കൊടുക്കണം. അടുപ്പിൽ നിന്നും ഈ പായസം മാറ്റി വെക്കണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് ഡിഷ് ഔട്ട് ചെയ്യാവും. അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ നിന്നും ഒന്ന് പകർന്ന് വെക്കുവാണ്. ഇത് പുതിയ ഉരുളിയാണ്, നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ ഉരുളിയിലേക്ക്. നല്ല അടിപൊളി മണവും ടേസ്റ്റുമാണ് എൻ്റെ മക്കളെ, ഒരു രക്ഷയില്ല. ഇത്രയും രുചിയായിട്ട് ഞാൻ ഇതിന് മുമ്പേ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അടപ്രഥമൻ. പക്ഷേ ഇത്രയും ടേസ്റ്റായിട്ടുള്ള ഒരു അടപ്രഥമൻ ഇതാണ് നമ്മുടെ അടപ്രഥമൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല ടേസ്റ്റാണ്, നല്ല ആവശ്യത്തിന് നല്ല തിക്ക. ഇനിയും ഇത്രയും ഒരു ലൂസായിട്ട് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കുറേ കൂടെ കഴിയുമ്പോൾ ഇത് ഒത്തിരി. ഇൻ കേസ് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ തിക്കായി പോയാൽ നിങ്ങൾ കുറച്ച് ഇത് പാല് തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് ഒരുപാട് തിക്കായി പോകാതിരിക്കുന്ന വിധത്തിലുള്ള ഒരു അയവിൽ വെച്ചേക്കുവാണെങ്കിൽ ഒരുപാട് കുറുകി പോവില്ല. ഇതിപ്പോൾ നല്ല പരുവത്തിനാണ്. അപ്പം നമുക്ക് ഈ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ പോവാണേ. അപ്പോൾ സൈമിയാണ് ഇന്നത്തെ നമ്മളുടെ അടപ്രഥമൻ പായസം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിച്ച് സൂപ്പറായിട്ടുണ്ട്. പാകത്തിന് മധുരം, അട വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. നല്ല നെയ്യുടെ ടേസ്റ്റും ചിക്കൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റ്. ഇതോടെ 2-3 ഓണം ഇതുവരെ കഴിച്ചെങ്കിലും അവിടെ കിട്ടിയ പായസത്തെക്കാളും നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് പഴവും പപ്പടവും കൂട്ടി ഒന്ന് കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി ഒരു ഓണം റെസിപ്പിയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ.